കൂടി നമുക്കൊപ്പം ചേരുകയാണ് റിട്ടയർഡ് എസ് പി ശ്രീ ടി കെ രാജ്മോഹൻ. നമ്മൾ ഓരോ കാലത്തും യുവാക്കളിലെ അക്രമവാസനകൾ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിൽ അത്തരമൊരു അധപ്പതനത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. നോക്കൂ, ഈ 2025 തുടക്കം മുതൽ ഓരോ ദിവസവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ നിരവധിയായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൽ പലതും അരുംകൊലകളാണ് എന്നതാണ്. സ്വന്തം വീട്ടിലെ ഒരു പേരക്കുഞ്ഞിനെ, 1 വയസ്സ് പോലും തികയാത്ത ഒരു വരെ കൊല്ലുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അയൽവാസികളെ അരുംകൊല ചെയ്തതിന്റെ വാർത്തകൾ കണ്ടു. പക്ഷേ ഇതിപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്ന കൊലയാണ്. ഒരു കുടുംബത്തിലെ തന്നെ ഒരുപാട് പേരെ പല സമയങ്ങളിലായി 6 മണിക്കൂറിന്റെ ഇടവേളയിൽ പലയിടത്ത് വെച്ച് കൊല്ലുന്നു എന്നൊരു സാഹചര്യമാണ്. പക്ഷേ ആരും അക്കാര്യങ്ങൾ അറിഞ്ഞില്ല, ആ യുവാവ് വന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോഴല്ലാതെ എന്ന ഒരു സാഹചര്യവും. ഇപ്പോൾ വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്ന് വേണമോ നമ്മൾ ഇതിനെ കാണാൻ? അതോ ഒരു പ്രത്യേക മാനസിക സാഹചര്യത്തിൽ പ്രത്യേക ഒരു അവസ്ഥയിൽ ചെയ്തു പോയതായി കാണണോ? അല്ല, ഇത് ഒരു പ്രീ പ്ലാൻഡ് മർഡർ ആണോ, അല്ല ഇതൊരു ഒരു 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 മാനസിക വിഭ്രാന്തിയിൽ വരുത്തിയതാണോ എന്നൊക്കെ അന്വേഷണ മധ്യേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴുള്ള എവിഡൻസുകൾ ഫുള്ള് വരുന്നത് എക്യൂസ്ഡിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം ഈ 5 പേരെ കൊന്നതിന് ശേഷം അയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൺഫസ് ചെയ്യാണ്, ഞാൻ 6ഓളം ഒരു പ്രാകൃതമായ 6 കൊലപാതകങ്ങൾ ചെയ്തു എന്ന് അയാൾ വന്ന് പറയാണ്. അപ്പോൾ കൺഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്യൂസ്ഡ് എന്നാണ്. അപ്പോൾ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്യൂസ്ഡ് എന്നാണ്. അപ്പോൾ എക്യൂസ്ഡ് എന്തൊക്കെ എവിഡൻസുകൾ എക്യൂസ്ഡിൻ്റെ ഭാഗത്ത് കിട്ടുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പം ട്രൈ ചെയ്ത് വരുന്നുള്ളൂ. കാരണം അയാൾ ഇപ്പോൾ പിന്നെ ഒരു ചികിത്സ, അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ചികിത്സയിലാണ് നടക്കുകയാണ് അയാൾ. അപ്പോൾ എല്ലാ എവിഡൻസുകളും കോർത്തിണക്കിയ ശേഷം മാത്രമേ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും, എന്താണ് ഇതിന് കാരണം, ആരാണ് ഇതിന് കാരണം എന്ന് വ്യക്തമായി മനസ്സിലുള്ളൂ. പക്ഷെ ഒരു കാര്യം അറിയാം, ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് 5 പേരെ കൊന്നിരിക്കുകയാണ് ഈ അക്യൂസ്ഡ്. അതൊരു സത്യമാണ്. അപ്പോൾ അതിന് എന്താണ് അയാളെ പ്രേരിപ്പിച്ചത്? എന്താണ്? അതിന് പണമാണോ, അല്ല പണത്തിന് ലഭ്യത കുറവാണോ, അല്ല ധൂർത്താണോ, അല്ല ലഹരിയാണോ, അതല്ല ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന ഈ ക്രൂവൽറ്റിയോടുള്ള ചെറുപ്പക്കാർക്കുള്ള ആ ഒരു ക്രൂവൽ എന്നുള്ളത്, അതായത് ഇതുമാതിരിയുള്ള ഒരു ക്രൂവൽ കാര്യങ്ങളിൽ സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ അവർ എൻജോയ് ചെയ്യുന്ന, അവർ ആഘോഷിക്കുന്നത് അത്തരത്തിലാണോ, അതല്ല പ്രണയമാണോ, അതല്ല സ്നേഹത്തിൻ്റെ അധികമുള്ള സ്നേഹമാണ്? ഇതൊക്കെ അന്വേഷണ മധ്യേ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു അന്വേഷണ ഏജൻസി, അത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന നിലയിൽ പോലീസ് ബേസിക്കായിട്ട് ചെയ്യുക, ഇതിലെയുള്ള എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്യുക. എക്യൂസ്ഡ് ഒരുപാട് കാര്യങ്ങൾ കൺഫസ് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ കളക്ട് ചെയ്യുക. എക്യൂസ്ഡ് പറയുന്ന പല കാര്യങ്ങളും സാങ്കേതികമായുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എവിഡൻസുകൾ, അല്ലെങ്കിൽ ഹിയർസേ എവിഡൻസുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നൈബേഴ്സിൻ്റെ ഇൻഫർമേഷൻ, ഇതൊക്കെ കളക്ട് ചെയ്ത് ഒരു പ്രോപ്പറായി ഒരു കേസ് ചെയ്ത് ആ കേസ് പ്രോപ്പറായി ചാർജ് ഷീറ്റ് ചെയ്യുക, പ്രോസിക്യൂട്ടബിൾ എവിഡൻസ് കളക്ട് ചെയ്യുക. ഈ കേസിലത്തെ എല്ലാ തെളിവുകളും, മതിയായ തെളിവുകൾ കോടതി മുമ്പ് ഹാജരാക്കുക. അങ്ങനെ ഈ പ്രതിക്ക് ഒരു മതിയായ ശിക്ഷ, അതായത് ബ്രൂട്ടലായ ഒരു കേസാണ്, ഈ ബ്രൂട്ടലായ മർഡർ നടന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് മതിയായ ഒരു പണിഷ്മെന്റ് വാങ്ങിക്കൊടുക്കുക എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ ഘടകം. എന്നാൽ അത് മാത്രമല്ല നമ്മൾ കാണേണ്ടത്. കാരണം നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത്രയുള്ള ഭീകരമായ, ഇത്തരത്തിലുള്ള ക്രൂരമായ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? നമുക്കിപ്പോൾ ഇപ്പം വളരെ അടുത്ത് തന്നെ ഇപ്പം മലപ്പുറത്ത് സംഭവം നടന്നു, കൊച്ചിയിൽ സംഭവം നടന്നു, ഇപ്പം താമരശ്ശേരി ഒരു സംഭവം നടന്നു. അങ്ങനെ ഈ ക്രൂരമായ കൊലപാതകങ്ങൾ, അതായത് നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത കൊലപാതകങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് എന്തുകൊണ്ട് സമൂഹത്തിൽ സംഭവിക്കുന്നു? അതുകൂടി ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. യെസ്, അതും കൂടി എവിഡൻസായി, അതും കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിന്റെ പൂർണ്ണത എന്ന് പറയാൻ പറ്റൂ. എന്തുകൊണ്ട് സമൂഹത്തിൽ ചെറുപ്പക്കാർ ഇത്തരത്തിൽ വഴിതെറ്റുന്നു? എന്തുകൊണ്ട് ക്രൂരമായ അല്ലെങ്കിൽ വയലൻസിനോട് എന്തുകൊണ്ട് അതിയായ സ്നേഹം, അതിയായ പ്രേമമാണ് വയലൻസിനോട്? ചെറുപ്പക്കാർക്ക് വയലൻസ് എന്ന് പറയുന്നത് ഒരു സാധാരണ സ്നേഹം മാതിരി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വികാരമായി മാറിയിരിക്കുകയാണ് നമ്മൾ ചെറുപ്പക്കാരുടെ. അപ്പോൾ എന്തുകൊണ്ടാണ് സൊസൈറ്റിയിൽ ഇങ്ങനെ നടക്കുന്നത്? അതുകൂടി അന്വേഷിക്കണമെങ്കിൽ ഈ അന്വേഷണ ഏജൻസിയുടെ കൂട്ടത്തിൽ എക്സ്പെർട്ടായ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കൂടി വെച്ചതിന് ശേഷം പ്രോപ്പറായി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ചാർജ് ഷീറ്റ് ചെയ്യുന്ന കൂടെ തന്നെ ഈ അന്വേഷണ ഏജൻസിക്ക് ചില ഇൻഫറൻസ് ഒക്കെ അന്വേഷണ മധ്യേ വരും.
അതുകൂടി കോർത്തിണക്കി അതുകൂടി കൂട്ടിച്ച് അത് മതിയായ കാര്യങ്ങൾ കോടതി മുമ്പാകെയും മതിയായ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട് അത് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ട് എന്തുകൊണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രൂരതകൾ സംഭവിക്കുന്നു എന്നുകൂടി നോക്കണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. കാരണം ബേസിക്കായിട്ട് പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന നിലയിൽ എല്ലാ എവിഡൻസും കളക്ട് ചെയ്തിട്ട് കോടതിയിൽ അയാൾ മതിയായ ശിക്ഷ പ്രോപ്പറായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റും, സ്വാഭാവികമാണ്. അതേസമയം തന്നെ ഈ ഒരു മെത്തേഡ്, അതായത് സമൂഹത്തോട് ഉത്തരവാദിത്വമാണ്. നമ്മളെ സൊസൈറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് പ്രോപ്പർ പാരന്റിങ് നടക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ യുവത്വം എന്തുകൊണ്ടാണ് ഈ ലഹരിയുടെ പുറകെ പോകുന്നത്, എന്തുകൊണ്ട് മദ്യപാന ആസക്തിയിലേക്ക് പോകുന്നത്, ഇതും കൂടി സ്റ്റഡി ചെയ്യണം. അങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് മാത്രമേ ടി കെ രാജ്മോഹൻ, അങ്ങനെ ഒരു സാമൂഹിക പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന അവസരം തന്നെയാണോ ഇത്? നമുക്കറിയാം എല്ലാ കാലങ്ങളിലും കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ അത് കൂടുതൽ വ്യാപിക്കുന്നു, കൂടുതൽ ചർച്ചയാകുന്നു, കൂടുതൽ പേരിലേക്ക് ആ നിലയിൽ തന്നെ എത്തുന്നു. മാധ്യമങ്ങളുടെ ഇതിനോടുള്ള സമീപനം പോലും സ്വയം വിമർശനപരമായി നോക്കിയാൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ചർച്ചയാകുന്നു എന്നതാണോ, അതല്ലാണ്ട് തന്നെ ഇതൊരു സാമൂഹിക പ്രശ്നമായി മാറിയിട്ടുണ്ടോ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു പഠനം നടത്തി കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ടുന്ന തലത്തിലേക്ക് തന്നെ ഇത് എത്തിച്ചേർന്നിട്ടുണ്ടോ? അതാ ഞാൻ പറയുന്നത്. കാരണം ഈ നമ്മുടെ ഇത്തരത്തിലുള്ള കേസ്, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാസ് മേർഡർ ഉള്ള കേസുകൾ വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മാസ് മേർഡറുകൾ ഈ ഏതെങ്കിലും നമ്മൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 24 മണിക്കൂറിനകം ഈ അക്യൂസ്ഡ് ആരാണോ അയാൾ പോലീസ് വലയിലാകും. അന്വേഷണ ഏജൻസിക്ക് അക്യൂസ്ഡിനെ കിട്ടിക്കഴിഞ്ഞാൽ കേസ് അവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാ ഇതുപോലെ നമ്മൾ ഒരുപാട് കേസുകൾ റിപ്പോർട്ടായിട്ടുണ്ട് ഇന്ത്യയിൽ പല ഭാഗത്തും. അത്തരത്തിലുള്ള കേസുകൾ ഇപ്പോൾ ഓട്ടോ ശങ്കർ എന്നുള്ള കേസ് റിപ്പോർട്ടായിട്ടുണ്ട്, ഒരു മാസ് മർഡർ കേസാണ്. അതുപോലെ പിന്നെ സയനൈഡ് മോഹന്റെ കേസുണ്ട്, ഒരുപാട് ആൾക്കാരെ കൊന്നൊരു കേസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ ബേസിക്കായിട്ട് അക്യൂസ്ഡിന് അന്വേഷണ ഏജൻസിക്ക് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ വളരെ സമീപത്ത് തന്നെ കിട്ടുകയാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷണം അവിടെ അവസാനിച്ചു. കാരണം അന്വേഷണ ഏജൻസിക്ക് ഈ പ്രതിയെ കോടതി മുമ്പാകെ പ്രോസിക്യൂട്ടബിൾ എവിഡൻസുമായിട്ട് ഹാജരായി കഴിഞ്ഞാൽ അന്വേഷണം അവിടെ അവസാനിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ തീരുകയാണ്. അപ്പം അത് അന്വേഷണം അവിടെ അവസാനിക്കുമ്പോഴും അല്ലെങ്കിൽ പോലീസ് ആക്ഷൻ അവസാനിക്കുമ്പോഴും നമ്മളെല്ലാവരും മറക്കും. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം ഇതേമാതിരി വേറൊരു മർഡർ, ഒരു മാസ് മർഡർ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഹ്യൂമൻ ക്രൈ ഉണ്ടാകും. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ടാകുമ്പോൾ തന്നെ കേസുകൾ അന്വേഷിച്ച് അവിടെ തന്നെ ക്ലോസ് ചെയ്യാതെ, ചാർജ് ഷീറ്റ് ചെയ്താൽ മാത്രം കേസുകൾ ക്ലോസ് ചെയ്യാതെ പിന്നെയും അതിനെക്കുറിച്ച് സമൂഹത്തിൽ അതിനെക്കുറിച്ച് എൻക്വയറി എല്ലാ ഏജൻസികളും സോഷ്യൽ റിഫോംസുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും കൂടെ ചെയ്യണം. കാരണം അല്ലാതെ ഇത് ഇവിടെ തന്നെ ഈ പ്രതിയെ കിട്ടി അയാളെ പ്രോസിക്യൂട്ടബിൾ എവിഡൻസുമായി നമ്മൾ കോടതിക്ക് ചാർജ് ഷീറ്റ് കഴിഞ്ഞ് അവിടെ കേസ് അവസാനിപ്പിക്കാതെ ഇത് സൈക്കാട്രിസ്റ്റും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും, സോഷ്യൽ റിഫോംസ് ഏജൻസി അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലെ ഈവൻ മീഡിയ എല്ലാവരും കൂടി എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവത്വം എന്തുകൊണ്ട് വഴിതെറ്റിപ്പോകുന്നു, എന്തുകൊണ്ടാണ് പ്രോപ്പർ പാരന്റിങ് ഇല്ലാത്തത്, എന്തുകൊണ്ട് ഈ ഡ്രഗ് മാഫിയയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രഗ് ആയിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ പിടിക്കപ്പെടുമ്പോൾ പല സ്കൂളുകളും പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഡ്രഗുമായി പിടിച്ചു കഴിഞ്ഞ് പേരൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ പേരൻസ് എന്താ പറയാന്നറിയാം, എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല, അല്ലെ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല. കയ്യോടെ പിടിച്ചാൽ തന്നെ അങ്ങനെയുള്ള ഒരു പാരന്റിങ് ആണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടി തെറ്റ് ചെയ്യില്ല, മറ്റേ കുട്ടി തെറ്റ് ചെയ്യുന്നില്ല ധാരണയിലാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ അച്ഛനമ്മമാരും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാതെ എൻ്റെ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് ആ കുട്ടിയെ തിരുത്താൻ ശ്രമിക്കുക. കാരണം ആ കുട്ടി അറിയില്ല അവൻ ചെയ്ത് തെറ്റ്, അപ്പോൾ അവൻ തിരുത്താൻ ശ്രമിക്കാൻ വേണ്ട. അങ്ങനെ അത് മദ്യമായാലും ശരി, മയക്കുമരുന്നായാലും ശരി, അല്ലെങ്കിൽ വയലൻസായി ബന്ധപ്പെട്ട വല്ല മാനസിക രോഗമായാലും ശരി, ഇതൊക്കെ പ്രോപ്പറായിട്ട് അത് നമ്മൾ അതിൻ്റെ എല്ലാ കൺസേൺഡ് ഏജൻസിയും വർക്ക് ചെയ്തതിന് ശേഷം ഇത് ഒരു മെനേസ് ആണെന്നും ഒരു സൊസൈറ്റിക്ക് ഒരു വലിയ പ്രശ്നമാണെന്നും കൂടി കണ്ട് അതും കൂടി കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അതിൻ്റെ പ്രതിയേക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റും. അതേസമയം സമൂഹത്തിലെ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇവിടെ